ഇവിടെ അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നമ്മോട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മണിപ്പൂരിൽ എന്ത് ചെയ്തു, ഇവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ ചോദിച്ചു. സർ, താങ്കളുടെ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വളരെ കൃത്യമായിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ഇവിടുത്തെ ക്രൈസ്തവരുടെ പിന്നോക്കാവത്തെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിശ്ചയിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ഞങ്ങളെ കുറിച്ച് ഇന്ന് വലിയ വാദോരാതെ ന്യൂനപക്ഷ പ്രേമവും ക്രൈസ്തവ പ്രേമമൊക്കെ പറയുന്ന ഇടതുപക്ഷ സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടാതെ പൂട്ടിവെച്ചതിന്റെ പുറകെയുള്ള വികാരം എന്താണെന്ന് ചോദിക്കുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അവരുടെ ആനുകൂല്യങ്ങൾ ഒരു സമുദായത്തിന് 80% നീക്കി വെക്കുന്നതിന്റെ പുറകിലും തങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അവർക്ക് കവർന്നു കൊടുക്കുന്നതും KT ജലീലിനെ പോലെയുള്ള മുൻ സിമി മന്ത്രിമാർ ആ വകുപ്പില് തീവ്രവാദികൾക്ക് കീഴടങ്ങുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ സജി ചെറിയാന്റെയും നാവ് പൊങ്ങിയോ? ഹാദിയ സോഫിയ പള്ളിയെ കുറിച്ച് സംസാരിച്ചപ്പോഴും നിങ്ങളുടെ നാക്ക് പൊങ്ങിയോ? ഇതൊന്നും ഉണ്ടായില്ല. പകരം ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങൾ അവർ തിരിച്ചറിയുന്നു. ഇനി താങ്കൾ പറഞ്ഞ മണിപ്പൂര്, ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂരിന് തൊട്ടടുത്ത സ്ഥലമാണ് സർ മിസോറാം. മിസോറാമിനും തെരഞ്ഞെടുപ്പ് സച്ചിൻ ബൽദേവ് തീർന്നിട്ട് ഈ അടുത്ത് ഈ 4 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ മുന്നണിക്ക് 5 MLA-മാരുണ്ടായിരുന്നു അവിടെ, ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട. ഇവിടെയൊക്കെ നിങ്ങളിപ്പോ പറയുന്നത് കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്നാണ്. സർ, ഇതിന് തൊട്ടടുത്ത് ഇത് കണ്ടവരും അനുഭവിച്ചവരുമാണ്. അവിടെ 5 സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ മുന്നണിക്ക് 1 സീറ്റ് കേട്ടത് ബൽദേവ് സാർ. അതേ സംസ്ഥാനത്ത് BJPക്ക് 1 MLA ആയിരുന്നു ഉണ്ടായിരുന്നത്, അതും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവൻ. അവിടുത്തെ കൂട്ടമായ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ക്രിസ്തവ വിഭാഗത്തിൽപ്പെട്ടവര് വോട്ട് ചെയ്ത് 7% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് 14%. ഈ സഭയിൽപ്പെട്ട ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ BJPക്ക് വേണ്ടി മത്സരിക്കാൻ വന്നു. എവിടെ? മിസോറാമിൽ. മണിപ്പൂരിന്റെ തൊട്ടടുത്ത് 2 MLA-മാരെ കിട്ടി. നിങ്ങൾ ഇവിടെ പെടുന്ന് കരഞ്ഞു പറയുമ്പോഴും യാഥാർത്ഥ്യം അറിയാവുന്ന ഈ രാജ്യത്തെ മണ്ണിനെ സ്നേഹിക്കുന്ന ജനത ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നു. ആ സമുദായത്തെ കുറിച്ച് അധിക്ഷേപിക്കുമ്പോൾ സജി ചെറിയാൻ എവിടെയായിരുന്നു? പാലാ ബിഷപ്പിനെ കുറിച്ച് തെറിയഭിഷേകം നടത്തിയപ്പോൾ, എന്റെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് അധിക്ഷേപിച്ചപ്പോൾ ഈ സജി ചെറിയാലെ ക്രൈസ്തവ വികാരം എവിടെയായിരുന്നു? മറിച്ച് ഇപ്പോ അദ്ദേഹത്തിന് ഉണ്ടായത്, ഫീല് ചെയ്യുന്നത് സഭാധ്യക്ഷന്മാരുടെ കുളിരല്ല, ചൊറിച്ചിലാണ് സജി ചെറിയാനുള്ളത്. തന്റെ ഗുണ്ടായിസം, തന്റെ തമ്മാടിത്തം, തന്റെ നാക്കിലെ ബൽദേവ് തന്നെ പറഞ്ഞ മാതിരിയില് സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി കാണിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ അദ്ദേഹം ചെയ്യുന്ന ശ്രമം ഇവരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുക. ഞാൻ ചോദിക്കുന്ന, ഒരു സഭയെ നിയന്ത്രിക്കാൻ അതിന്റെ അധ്യക്ഷന്മാരെടുക്കുന്ന തീരുമാനത്തെ തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്കും എനിക്കും എന്താണ് സർ അവകാശം? നിങ്ങളും പക്വമതിയായ മനുഷ്യനാണ്, ഞാനുമാണ്, സഭയുടെ അധ്യക്ഷന്മാരും അവരാണ്. വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇനിയും പോവും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചാൽ, കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ചാൽ പോകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ചാൽ ആ തീരുമാനമെടുക്കാനുള്ള വിവേചന ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് AKG സെന്ററിലെ തിട്ടൂരം ആവശ്യമില്ല. ഇന്നലെ വരെയുള്ള കേരളത്തിലെ ക്രൈസ്തവ സഭയെ അല്ല ഇന്നവർ കാണുന്നത്. ഞാൻ അവരുടെ പ്രത്യേകിച്ച് അവരെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവർ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സച്ചിൻ ബൽദേവ്, നിങ്ങളുടെ ഈ ഭരണത്തിന് കീഴിൽ എന്റെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയില് പാലയിലെ ബിഷപ്പ്, പാലയിലെ ഇടവകയിൽപ്പെട്ട നിഷ്കളങ്കരായ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുഞ്ഞുങ്ങൾ, അവർ അനുഭവിക്കുന്ന ചില പച്ചയായ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ലാളിച്ച് വളർത്തി കയ്യോ കാലോ വളരുന്നതെന്ന് നോക്കി വളർത്തിയ കുട്ടികളെ ഒറ്റിക്കൊണ്ടു പോകുമ്പോൾ അതിനെക്കുറിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടവർ ശത്രുപക്ഷത്ത് നിൽക്കുകയും ഭീകരവാദത്തിന് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ അവരെ അനുഭാവപൂർവ്വം കേൾക്കുന്നതിന് പകരം അവരെ അധിക്ഷേപിക്കുകയും അവരെ അവമതിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ തകർന്നു വീഴുന്നത് നാം ഇതുവരെ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ച കേരളത്തിലെ ചില തനതായ സങ്കല്പങ്ങളാണ് സർ തകർന്നു പോകുന്നത്. അതുകൊണ്ട് ഭീഷണിയല്ല, ഇതിന് ഉചിതമായ ചില നടപടികൾ നിങ്ങൾക്ക് മുൻപോട്ട് വെക്കാനുണ്ടോ? സഭകളോടും മറ്റുള്ള വിഭാഗങ്ങളും ഒക്കെ തന്നെ സർ, അവർക്കും അവരുടേതായ ചിന്താധാരയും ചർച്ചയും തീരുമാനമെടുക്കാനുള്ള കെൽപ്പുമില്ലേ? അത്തരം ആളുകളെ വിമർശിക്കാൻ നമ്മൾ ആരാണ്? ഇനി അഭിപ്രായങ്ങൾ പറയാം മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ ഈ തരത്തില് കള്ള് കണ്ടപ്പോഴ്, മുന്തിരി കിട്ടിയപ്പോഴ് രോമാഞ്ചമുണ്ടായി, ഇത്തരം വാക്കുകൾ ഒരു സാംസ്കാരിക വകുപ്പിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നതാണ്. അത് തിരുത്തേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി. അവിടെയാ ഞാൻ പറയുന്നത്, കൊല്ലുന്ന മന്ത്രിക്ക് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നോ അല്ലെങ്കിൽ തിരിച്ചോ പറയുന്ന മാതിരിയിൽ ഇവിടെ പറ്റിയതിന് പറ്റിയതാണ്.
ഇതിനൊക്കെ കൂട്ടായിട്ടുള്ളത് ഒരേ സംസ്കാരമാണ്. എം എം മണി മുന്നോട്ട് വെക്കുന്നതും വാസവൻ മുൻപോട്ട് വെക്കുന്നതും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നതും അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ട ആളുകളെ തന്നെ അടക്കിയിരുത്തുമ്പോഴും ഒക്കെ ഒരുതരം ഏകാധിപത്യ പ്രവണതയിലേക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാതൃകയിലേക്ക് നിങ്ങൾ പോവുകയാണോ? അതിന് സച്ചിൻ ബൽദേവിനെ പോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികളായ ആളുകൾ പോലും അവരെ തിരുത്തുകയോ അവരെ നേർവഴിക്ക് നയിക്കുകയോ ചെയ്യുന്നതിന് പകരം അതിന് ചൂട്ടുപിടിക്കുന്ന തരത്തിലായി പോകുന്ന വാക്കുകൾ കേരളത്തെ ഇനിയെങ്കിലും രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഘടകകക്ഷികളുടെ നിലപാടുകൾ ഒരു ഉപദേശമൊന്നുമല്ല, എന്റെ ഒരു അപേക്ഷയാണ്. ഇത് താങ്കൾ ഈ പറഞ്ഞ അഭിപ്രായം ഇടത് വേദിയിൽ പറയുകയും ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു മനുഷ്യരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത വൃത്തികെട്ട സംസാരമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ തല്ലുകൊള്ളിത്തരമാണ്, തെമ്മാടിത്തരമാണ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് എന്ന് തുറന്നു പറയാനും അത് തിരുത്തി ആ സഭയോട് മാപ്പ് പറയാനും തയ്യാറാവുകയല്ലേ ഉചിതം എന്ന് ഞാൻ എന്റെ ഇടത് സഹയാത്രികളോട് ചോദിക്കുന്നു.